നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. ഇന്നത്തെ നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവിന്റെ ഉന്നതമായ നാമത്തെ സ്വസ്ഥം ചെയ്യുന്നു. എൻ്റെ കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. എൻ്റെ കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന മക്കളുടെ മേൽ കർത്താവിൻ്റെ സത്യവട്ടെ. ഇന്നത്തെ നിങ്ങളുടെ യാത്രാമേൽ കർത്താവിൻ്റെ കൃപ ചൊരിയട്ടെ. നിങ്ങളുടെ ചിന്തകൾ, നിങ്ങളുടെ വാക്ക്, നിങ്ങൾ മറ്റുള്ളവരോട് സംസാരിക്കുന്ന സംസാരങ്ങൾ, ഇടപാടുകൾ, ഇടപഴകലുകൾ, ചർച്ചകൾ, തീരുമാനങ്ങൾ കർത്താവ് അനുഗ്രഹിക്കട്ടെ. പഠിക്കുന്ന മക്കൾ, പഠനം നിന്നുപോയവർ, പഠിച്ച് തോറ്റുപോയവർ, പഠനം മടുത്തുപോയവർ, കർത്താവ് ഡിപ്രഷനിലേക്ക് പോയി കണ്ടിരിക്കുന്നവർ, കർത്താവിൻ്റെ ശക്തി അവരിലേക്ക് ആവശ്യിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അകന്നുപോയ, പിരിഞ്ഞുപോയ ഭാര്യാഭർത്താക്കന്മാർ, ഒരുമിച്ച് കൂടാൻ ആഗ്രഹിക്കുന്നവർ, അവർക്ക് ഒടിച്ചും കൂടാൻ സാധിക്കുന്നവർ, കർത്താവ് വാശിയോ വൈരാഗ്യം കൊണ്ട് പരസ്പരം പറയാതെ അവരെല്ലാം ഐക്യപ്പെട്ട് ജീവിക്കാനുള്ള കർത്താവെ അവർക്കുള്ള ഒരു താഴ്മ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. താഴ്ന്നു കൊടുക്കുന്നവൻ ദൈവത്തിൻ്റെ വിജയിച്ച് നിൽക്കുന്നു എന്നുള്ള ബോധ്യത്തിൽ കൂടുതൽ ആധ്യാത്മികമുള്ളവർ കൂടുതൽ എളിമപ്പെട്ടുകൊണ്ട് ആ വിഷയത്തിന് ദൈവമഹത്വത്തിൻ്റെ തീരുമാനമെടുക്കാൻ വേണ്ടി കർത്താവ് നിന്നെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ക്ഷമ എന്ന വലിയ പുണ്യങ്ങളാൽ കർത്താവ് അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സാവകാശവും സംയമനവും സൗമനസ്യവും കർത്താവെ അങ്ങയുടെ മക്കൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിവാഹം താമസിക്കുന്നവർ ആസ്വദിക്കാൻ പ്രാർത്ഥിക്കുന്നു. വിവാഹത്തിന് വേണ്ടി കർത്താവുള്ള ചുറ്റവട്ടങ്ങൾ ഒരുക്കുന്ന സമയത്ത് പ്രാർത്ഥിക്കുന്നു. പെൺമക്കളുടെ കല്യാണത്തിന് വേണ്ടി പണം കാണാതെ വിഷമിക്കുന്ന സമയത്ത് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിന് വിരുദ്ധമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവശക്തിയാൽ ഞാൻ മക്കളെ ആശീർവദിക്കുന്നു. നമുക്കിപ്പോൾ കൃപാസനത്തിൽ തന്നെ ഓരോ ശുശ്രൂഷകളും അതാത് കാലങ്ങളിലെ വെളിപാടാണ്. അല്ലാതെ എക്സിക്യൂട്ടീവ് കൂടി ഇരുന്നിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്യാം, നമുക്ക് അങ്ങനെ ചെയ്യാം, അങ്ങനെ ചെയ്യുമ്പോൾ ഇങ്ങനെ ഫലം ഉണ്ടാവും, ഇങ്ങനെ ചെയ്യുമ്പോൾ അങ്ങനത്തെ ഫലം ഉണ്ടാവും, അങ്ങനെ ഡിസ്കഷനൊന്നുമില്ല. എന്നോട് കർത്താവ് പറയുന്ന കാര്യങ്ങൾ ഞാൻ അവരോട് പറയും.
ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കും, അത് എക്സിക്യൂട്ട് ചെയ്യും. അങ്ങനെയാണ് ആദ്യം മരിയൻ ധ്യാനമായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത്. ആദ്യം കൗൺസിലിംഗ് ആയിരുന്നു, പിന്നീട് അത് മരിയൻ ധ്യാനമായി മാറി. മരിയൻ ധ്യാനം പിന്നീട് ജപമാല ജീവിതദർശന ധ്യാനമായി, പിന്നെ അഖണ്ഡ ജപമാല ധ്യാനമായി. അങ്ങനെ പതുക്കെ പതുക്കെ വളർന്നാണ് മരിയൻ തപസ്സായത്. അതിൽ നിന്നാണ് ഹോസ്പിറ്റൽ മിഷൻ. ഇതെല്ലാം അമ്മ ഓരോ സമയത്ത് പറയണ അനുസരിച്ചാണ് ചെയ്യണത്. അതാണ് എഴുതപ്പെട്ടിരിക്കുന്നതെന്ന് പറഞ്ഞതിൻ്റെ കാരണം. നിങ്ങളാരും ധരിക്കരുത് ഇതൊക്കെ ഇങ്ങനെ ഓരോ ചട്ടപ്പടി പ്രോഗ്രാം ആൾക്കാരെ സ്വാധീനിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്നതാണ്. ഒരു സാധനം ഉണ്ടാക്കിയിട്ടില്ല. അല്ലെങ്കിൽ ഒരു കരിസ്മാറ്റിക് മൂവ്മെൻറ്റിൻ്റെ ഭാഗമല്ല കൃപാസനം. 1950 തുടങ്ങിയ 75 തുടങ്ങിയ കരിസ്മാറ്റിക് മൂവ്മെൻ്റ് ഇല്ലേ, അതിൻ്റെ ഭാഗമായിട്ട് വന്നതല്ല. പക്ഷേ കേരള സഭയിൽ കവനൻ്റ് വരുമ്പോൾ അതിൻ്റെ അകത്ത് എപ്പോഴാണ് ഫീസൺ ടൈം ഭയങ്കരമായ രീതിയിൽ അടയാളപ്പെടുത്തി വിട്ടുപോയി. വളർച്ചാ ധ്യാനം, പ്രാരംഭ ധ്യാനം, അന്ത്യസൗഖ്യ ധ്യാനം, പ്രാർത്ഥനാനുഭവ ധ്യാനം, വരദാനങ്ങളുടെ ധ്യാനം, അങ്ങനെ 75 മുതൽ 87 തൊട്ട് 2015 വരെയുള്ള കാലഘട്ടങ്ങളിൽ ആത്മീയ വളർച്ചയുണ്ട് കേരളത്തിന്. അതിൻ്റെ അവസാനം 2016 കവനൻ്റ് വരണത്. എന്ന് വെച്ചാൽ കവനൻ്റ് എന്തിനാണ്? വാഗ്ദാനങ്ങൾ പ്രാപിക്കാൻ വേണ്ടിയാണ്. വാഗ്ദാനം എന്ന് പറയുന്നത് എന്താണ്? 2 Corinthians 1:20 വാഗ്ദാനം. എന്താണ്? സകല വാഗ്ദാനങ്ങളും യേശുക്രിസ്തുവിൽ അതേ തന്നെയാണ്. വായിച്ചേ, 2 Corinthians 1:20. ദൈവത്തിന്റെ സകല വാഗ്ദാനങ്ങളും ക്രിസ്തുവിൽ അതേ എന്ന് തന്നെ. അതുകൊണ്ട് തന്നെയാണ് ദൈവമഹത്വത്തിന് അവൻ വഴി ഞങ്ങൾ ആമേൻ പറയുന്നത്. ഈ ക്രിസ്തു ആണ് എല്ലാ വാഗ്ദാനങ്ങളുടെയും സാര സംഗ്രഹം. വാഗ്ദാനങ്ങൾ പ്രാപിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8855 വാഗ്ദാനങ്ങൾ ബൈബിളുണ്ട്. അത് മുഴുവനും ക്രിസ്തുവിൽ യേസാണ്, ആമേനാണ്. ഈ വാഗ്ദാനങ്ങൾ നമ്മൾ പ്രാപിക്കണത് എങ്ങനെയാണ്? മഹത്വത്തിന് ആമേൻ പറഞ്ഞുകൊണ്ടാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ പറയണ പോലെ ചെയ്തുകൊണ്ട്. അവൻ്റെ ഓരോ വചനങ്ങളില്ലേ, യോഹന്നാൻ 2:5 അവൻ്റെ വചനങ്ങളുണ്ട്. പിന്നില്ല, ഒരു ഇല്ലായ്മ, അത് കൃപയില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു അച്ഛൻ വന്ന് എന്നോട് പറഞ്ഞു, ഞങ്ങളുടെ ഇടവക മധ്യസ്ഥൻ പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോയെന്ന് പറഞ്ഞു. അപ്പോൾ സങ്കടത്തോടെ അച്ഛൻ പറഞ്ഞത്, അച്ഛനോട് പറഞ്ഞത്, അച്ഛന്മാരും പറഞ്ഞതല്ലേ, അച്ഛന് ചോറ് ഒഴിച്ചു കൊടുക്കണ ചേച്ചി കരഞ്ഞുകൊണ്ട് വന്നിട്ടും പറഞ്ഞ്, എൻ്റെ അച്ഛൻ ആ പള്ളിയുടെ കിടപ്പ് കണ്ട, പള്ളിയിൽ നിന്ന് അവിടെ മധ്യസ്ഥൻ ഇറങ്ങിപ്പോയെന്ന് പറഞ്ഞു. അവർ പറയുകയാണ്, അവർക്ക് ആ പള്ളിയെ കണ്ടപ്പോൾ തോന്നി ഇവിടുത്തെ മധ്യസ്ഥൻ ഇവിടുന്ന് ഇറങ്ങിപ്പോയത്. അപ്പോൾ ഞാനത് വളരെ സീരിയസ് ആയിട്ട് എടുത്തത്. കാരണം ശിശുക്കൾക്ക് വെളിപ്പെടുത്തുന്ന ഈശോ പറഞ്ഞിട്ടുണ്ടല്ലോ, വിജ്ഞാനികളിലും വിവേകമതികളിലും മറച്ചു വെക്കുമെന്നും പറഞ്ഞിട്ടില്ലേ. മത്തായിയുടെ സുവിശേഷം 11:25. യേശു ഉദ്ഘോഷിച്ചു, സ്വർഗത്തിന്റെയും ഭൂമിയുടെയും നാഥനായ പിതാവേ, നീ ഇക്കാര്യങ്ങൾ ബുദ്ധിമാന്മാരിലും വിവേകികളിൽ നിന്നും മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയതിനാൽ ഞാൻ നിന്നെ സ്തുതിക്കുന്നു. സഭയിൽ ഒത്തിരിയേറെ പഠിച്ച ഡോക്ടർമാരൊക്കെ ഉണ്ട്, പഠിക്കാത്തവരാരും സഭയിലില്ല. സെക്കുലർ വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാം സഭയുടെ വിദ്യാഭ്യാസം കഴിഞ്ഞിരിക്കുന്ന ആൾക്കാരാണ്. എല്ലാ ദിവസവും പഠിക്കുകയും ചെയ്യും. അപ്പം വിജ്ഞാനികൾ ഉണ്ടാത്തതുകൊണ്ട് വിവേകമതികളുമുണ്ട്. പക്ഷേ മധ്യസ്ഥ ഇറങ്ങിപ്പോയത് ഞങ്ങളോട് ആരും പറഞ്ഞില്ല. അരിവെച്ച് ചോറ് തന്നെ ചേച്ചി പള്ളിക്കറിയപ്പോൾ ചേച്ചിയോട് പറഞ്ഞു, മധ്യസ്ഥൻ ഇറങ്ങിപ്പോയിട്ടെ. അപ്പോൾ അവർക്ക് ഭയങ്കര സങ്കടം തോന്നി. ആ സങ്കടം അവർ കൊച്ചോട് ഇരുന്ന് പറഞ്ഞു, അച്ഛാ പള്ളിയിൽ നിന്ന് മധ്യസ്ഥൻ ഇറങ്ങിപ്പോയി. അപ്പോൾ ചോദിച്ചും പറഞ്ഞു, ശരിയാണ് ചേച്ചി, എനിക്കും തോന്നിയെന്ന് പറഞ്ഞു. ആ ശരിയാ. ആ കൊച്ചമ്മന്ന് എന്നോട് പറഞ്ഞു. പക്ഷേ ഇപ്പോൾ ദൈവചൈതന്യം ഇറങ്ങിപ്പോണതൊക്കെ പുതിയ കാര്യമല്ല, ബൈബിളിലെ പഴയ മൂലം ഉള്ളതാണ്. അപ്പം ദൈവചൈതന്യം ലോസ് ചെയ്തെന്ന് പറയുന്നത് എന്താണ്? എന്തെങ്കിലും ലോസ് ചെയ്താൽ പിന്നെ അതിനെ തിരിച്ചു പിടിക്കാൻ എന്താ മാർഗം? ഇടക്കാരെ മൊത്തം വിളിച്ചു കൂട്ടണം.
എന്നിട്ട് എന്ത് ചെയ്യണം? അവൻ പറയണ പോലെ ചെയ്യണം. അപ്പോൾ പോയ ചൈതന്യം തിരിച്ചു വരും. നമ്മുടെ വീട്ടിൽ നിന്ന് ചൈതന്യം പോയാൽ എന്ത് ചെയ്യും? അതിനും സൊല്യൂഷൻ അത്രേ ഉള്ളൂ. വീഞ്ഞില്ല എന്ന് പറഞ്ഞാൽ കൃപയുടെ വീഞ്ഞില്ല, ചൈതന്യത്തിൻ്റെ വീഞ്ഞില്ല, സമാധാനത്തിൻ്റെ വീഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ഒറ്റ സൊല്യൂഷനേ ഉള്ളൂ. അവൻ പറയണ പോലെ ചെയ്യുക. വ്യക്തിയുടെ സമാധാനം നഷ്ടപ്പെട്ട് പറഞ്ഞാലും വ്യക്തി ചെയ്യേണ്ടത് എന്താണ്? അവൻ പറഞ്ഞതുപോലെ ചെയ്യുക. അവൻ പറഞ്ഞ പോലെ ചെയ്തോളാം എന്ന് അമ്മയുടെ മധ്യസ്ഥത്തിൽ പറയുന്നതാണ് കൃപാസനം മരിയൻ ഉടമ്പടി എന്ന് പറയുന്നത്. നിന്റെ ദൈവമേ കർത്താവിനെ പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ ഹൃദയത്തോടെ, സർവ്വശക്തിയോടെ സ്നേഹിക്കുന്നതിനാണ് ഈ പ്രഖ്യാപനം എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അല്ല പ്രാർത്ഥന പോലെ പിച്ചുമ്പയും റമണഗുണാന്നൊക്കെ പറഞ്ഞിട്ടില്ല. ആ സാധനമല്ല, വർക്കൗട്ട് ചെയ്യത്തില്ല. പല അണ്ണന്മാർക്ക് അതേ അറിയാൻ പാടുള്ളൂ. ഇത് വളരെ സീരിയസ് ആണ്. അതായത് നമ്മളിത് ആപ്ലിക്കേറ്റ് ചെയ്യുമ്പോൾ ആപ്ലിക്കേഷനിൽ നമ്മുടെ ഫുൾ ബോഡി, അതായത് പൂർണ്ണമായ, അതായത് ഭാഗികമായ മനസ്സല്ല. ഇപ്പോൾ ഭാഗികമായ മനസ്സ്, ചില ആൾക്കാർ ഒരു ദിവസം വിശ്രമ ജീവിതം നയിക്കണത് എങ്ങനെയാണ്? കൊന്തയെല്ലാം വരുമ്പോഴല്ല വിശ്രമ ജീവിതം. അതുവരെ എല്ലാത്തിനും സീരിയൽ കാണാൻ വരെ ഇങ്ങനെ ഇരുന്ന് ബിയറൊക്കെ അടിച്ച് കപ്പലിൻ്റെയൊക്കെ കഴിച്ച് അങ്ങനെ ഇരിക്കും. പ്രാർത്ഥന ചെല്ലാൻ നമ്മൾ ഉടഞ്ഞു അതപ്പഞ്ഞിരിക്കും ഇല്ലേ? വിശ്രമ ജീവിതത്തിന് വേണ്ടിയാണ് അവർ ഉപയോഗിക്കുന്നത്. അവരുടെ പൂർണ്ണ മനസ്സില്ല അവിടെ. ഇവിടെ എത്ര പേര് സാക്ഷ്യം പറഞ്ഞു, ഞാൻ സീരിയൽ 18 കൊല്ലം കണ്ടതാണ്, ഇപ്പം ഞാൻ കാണുന്നത് ഉടമ്പടി ധ്യാനമാണെന്ന്. കൈയിട്ടിച്ച് കർത്താവിനെ സ്തുതിക്കുന്നു. പ്രാർത്ഥിക്കുമ്പോഴും പ്രയോഗിക്കുമ്പോഴും ഒക്കെ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സാക്ഷി, അതായത് ഒരു 14 സെൻറ്റ് സ്ഥലമാണ് അവരൊരു പാറപ്പുറത്ത് എടുത്തിരിക്കുകയാണ്. 14 സെൻറ്റ് സ്ഥലം. അപ്പോൾ ആൾക്കാരെല്ലാം പറഞ്ഞ്, കാര്യം പണ്ട് അവിടെ താമസിച്ചതാണ്, അവിടുന്ന് വിറ്റ് ചുട്ട് കടം കയറി മുടിഞ്ഞ് തിരിച്ച് തെച്ച് കഴുകി പോയതാണ്. പക്ഷെ ഉടമ്പടി എടുത്തപ്പോൾ കർത്താവ് അവർ നാട്ടിലേക്ക് കൊണ്ടുവരും, രജിസ്ട്രേഷൻ അവരെ തിരിച്ച് കൊണ്ടുവരും. അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, വാഗ്ദാനത്തിൻ്റെ ഭാഗമാണ്, ഞാൻ നിൻ്റെ സ്വദേശത്തേക്ക് നിന്നെ മടക്കി കൊണ്ടുവരും. അതെല്ലാം ഉടമ്പടിയിലുള്ളതാണ്. ഉടമ്പടി എടുത്തോടുകൂടി കർത്താവ് വാഗ്ദാന പ്രകാരം മടക്കി കൊണ്ടുവരികയാണ്. പക്ഷേ അവർക്ക് കിട്ടിയത് വേറെ ഒരു പ്രദേശമാണ്, നാട്ടിലാണ് കിട്ടിയിരിക്കുന്നത്. പണ്ട് താമസത്തിൻ്റെ അടുത്ത് തന്നെയാണ്. പക്ഷേ ഒരു പ്രശ്നമുണ്ട്, നാട്ടുകാരെല്ലാം പറഞ്ഞു ഇവിടെ വെള്ളമില്ലെന്ന് പറഞ്ഞു. ഇവിടെ വെള്ളമില്ല, എടുക്കല്ലേ മണ്ടത്തരമാണ്, പൊട്ടത്തരം എടുക്കരുത്, പാറപ്പുറമാണ്. അപ്പോഴവൾ പറഞ്ഞ വാക്കുന്നാളെ എൻ്റെ മാതാവിൻ്റെ കൂടെ ഉണ്ടെന്നാണ് പറയണത്. വെള്ളം ഇല്ലാത്തതല്ല പ്രശ്നം, എല്ലാത്തിനും പരിഹാരം എൻ്റെ മാതാവിൻ്റെ കൂടെ ഉണ്ടെന്നാണ് പറഞ്ഞത്. അവിടെ കിണറെ കുടിച്ചിട്ട് ഇവിടെ അവൾ വിശ്വാസപ്രമാണം ചൊല്ലി ഉപ്പെറിഞ്ഞ് അതിൻ്റെ മുഴുവൻ വെള്ളമായപ്പോൾ അടുത്തുള്ള ചെടുത്ത് വന്നിച്ചും പറഞ്ഞ് ഞങ്ങളുടെ കുളത്തിലും വെള്ളമില്ലെന്ന് പറഞ്ഞ്, ഞങ്ങളുടെ കിണറ്റിലും. അവരും പറഞ്ഞു നിങ്ങളിത് കൊണ്ട് വിശ്വാസപ്രമാണം ചൊല്ലി ദൈവസ്നേഹത്തോടെ വേണം ഇടാൻ. അപ്പോൾ അവർക്ക് ആവശ്യത്തിന് വെള്ളം. ഇത് പ്രയോഗമാണെന്ന് ഞാൻ പറഞ്ഞില്ലേ, സാക്ഷ്യങ്ങൾ കേട്ടാൽ മതിയല്ലോ. അതായത് ഇതിൻ്റെ അകത്തൊക്കെ വരുന്നത് ഈ പ്രയോഗിക്കുന്ന ആൾക്കാർക്ക് ആദ്യം പ്രഖ്യാപനം ഉണ്ടാകണം. ഇത് പ്രാർത്ഥനയല്ല, അതാണ് പ്രശ്നം. പ്രാർത്ഥന കഴിഞ്ഞിട്ട് സെക്കൻഡ് സ്റ്റെപ്പിൽ വരുന്ന പ്രഖ്യാപനമാണ്. തേർഡ് സ്റ്റെപ്പിലാണ് പ്രയോഗം വരുന്നത്. വിശ്വാസം തന്നെ ആദ്യം പ്രാർത്ഥനയാക്കും, പിന്നെ അത് പ്രഖ്യാപനമാക്കും, പിന്നെ അത് പ്രയോഗമാക്കും. ഈ പ്രയോഗമാക്കുന്നവരിൽ ഈ ഇട്ടി വെട്ടുപോലെയുള്ള ദൈവസ്നേഹം ഉണ്ടാകണം. ഇതിൻ്റെ അകത്ത് നിങ്ങൾ പ്രയോഗിച്ചോ, പക്ഷെ നിങ്ങൾക്ക് വിശ്വാസത്തിനേക്കാൾ ഉപരി വിശ്വാസം പോലെ ദൈവം ഒന്ന് പ്രാർത്ഥിച്ച മക്കളെ, ഒരു കൈ ഉയർത്തി പ്രാർത്ഥിച്ചു, കർത്താവായ ദൈവമേ. ഓൺലൈനിലുള്ളവരും പ്രാർത്ഥിക്കട്ടെ, കർത്താവായ ദൈവമേ, ഉടമ്പടിയിലായിരിക്കുന്ന ഞങ്ങള് വിശ്വാസം പ്രാർത്ഥിക്കുകയും വിശ്വാസം പ്രഖ്യാപിക്കുകയും വിശ്വാസം പ്രയോഗിക്കുകയും ചെയ്യുമ്പോൾ ഞങ്ങളിൽ ദൈവസ്നേഹം നിറഞ്ഞു കവിയാൻ. ഓ അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, ഞങ്ങളിൽ ദൈവസ്നേഹം നിറയാൻ മാധ്യസ്ഥം വഹിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മക്കളെ, പ്രേയർ ആണോ ഉടമ്പടിയാണോ? ഇതിനകത്ത് പ്രാർത്ഥനയുണ്ട്, പ്രഖ്യാപനമുണ്ട്, പ്രയോഗമുണ്ട്. ഇതിനകത്തൊക്കെ ഹൈ ടെമ്പർ ലവ് ഓഫ് ഗോഡ് ഉണ്ട്. ദൈവസ്നേഹം ഇല്ലെങ്കിൽ, ഇപ്പോൾ ചെറിയൊരു ഉദാഹരണം പറഞ്ഞുതരാം. ഇപ്പോൾ ഇവിടെ വണക്കമാസം നടക്കുകയാണ്. ഒരു ദിവസം വിജയകുമാർ സാറും വൈഫും കൂടി വന്ന് ഒരു വണക്കമാസം നടത്തിയായിരുന്നു. അപ്പോൾ ഞാൻ നോക്കുമ്പോഴേ ലൈവിൽ കാണാം, അവിടെ എല്ലാം കയ്യിലൊക്കെ കൊന്ത ചുരുട്ടിയിട്ടിരിക്കുകയാണ് കയ്യെ. എന്നിട്ട് ഓരോ നന്മ നിറഞ്ഞ പറയുകയും ചെല്ലുമ്പോഴും വിജയകുമാറിൻ്റെ സാറിൻ്റെ വൈഫും സാറും കൂടി വാഴുക 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 മരിയേ ഇത് കേൾക്കുമ്പോൾ തന്നെ കുളിർ കയറിപ്പോവും. അത് കേൾക്കുമ്പോൾ ദൈവത്തിന് തന്നെ മനസ്സ് കുളിരണം. അല്ലാതെ ഒരു നമ്മളിങ്ങനെ വന്ന് ഒരു കടമ അങ്ങനെ നിർവഹിച്ച് റൊട്ടിയും പോലെ എന്തൊക്കെ അവതരിപ്പിച്ച് പോണ പോലെ. പ്രാർത്ഥന ഒരു അവതരണമല്ല,
അതൊരു അഭിഷേകത്തിൻ്റെ ഒരു പ്രയോഗമാണ്. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, ഞങ്ങൾക്കെല്ലാം പ്രാർത്ഥനയും അതിനോട് ബന്ധപ്പെട്ട ഉടമ്പടി പ്രയോഗങ്ങളും നിയമാവർത്തനം 6 രേഖപ്പെടുത്തിക്കുന്ന പോലെ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ സർവശക്തിയോടുകൂടി വിശ്വാസം പ്രഖ്യാപിക്കാൻ പ്രയോഗിക്കാൻ ഉടമ്പടിയായി ജീവിക്കാൻ അഭിഷേകം നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ഹല്ലേലൂയ, 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 യേശുവേ ആരാധന. നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 15:8 പറഞ്ഞു, നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ നിങ്ങൾ എൻ്റെ സ്നേഹിതരാകും, നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാകും. ഈ ശിഷ്യന്മാരായി കഴിഞ്ഞതിന് ശേഷം വീണ്ടും നമ്മളൊരു ഗ്രേഡ് കൂടി വളരുമ്പോഴാണ് ദൈവത്തിൻ്റെ യേശുവിൻ്റെ സ്നേഹിതരാകുന്നത്. 15:8 ആദ്യം വായിച്ച ഒന്നുകൂടി. യോഹന്നാൻ 15:8 നിങ്ങൾ ധാരാളം ഫലം പുറപ്പെടുവിക്കുകയും അങ്ങനെ എന്റെ ശിഷ്യന്മാരായിരിക്കുകയും ചെയ്യുന്നത് വഴി പിതാവ് മഹത്വപ്പെടുന്നു. അപ്പൊ നിങ്ങൾ ധാരാളം ഫലം പുറപ്പെടുവിക്കുന്ന വഴിയാണ് നമ്മൾ ശിഷ്യന്മാരാകുന്നത്. ഈ ഫലം പുറപ്പെടുവിക്കുന്നത് എങ്ങനെയാണ്? ഉടമ്പടി വഴിയാണ്. അതാണ് 15:7 വായിച്ചേ യോഹന്നാന്റെ സുവിശേഷത്തിലെ. നിങ്ങൾ എന്നിൽ വസിക്കുകയും എന്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്താൽ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക, നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്ക് നിങ്ങൾ നിലനിൽക്കുകയും ചെയ്താൽ, അതായത് അവൻ പറയണത് പോലെ ചെയ്യുമ്പോൾ, ഉടമ്പടി പ്രകാരം ജീവിക്കുമ്പോൾ, ഉടമ്പടിയായി ജീവിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മളിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചോദിക്കാം. അങ്ങനെ വരുമ്പോൾ ഉടമ്പടി പ്രകാരം ജീവിക്കുമ്പോൾ എന്ത് സംഭവിക്കും? നിങ്ങൾ ധാരാളം ഫലം പുറപ്പെടുവിക്കുമെന്ന്. ധാരാളം ഫലം എന്ന് വെച്ചാൽ ഓരോരുത്തരുടെ പ്രേക്ഷിത പ്രവർത്തനം കണ്ടാൽ അറിയാം ഫലങ്ങൾ എന്തുമാത്രമാണെന്ന്. ഒരു ഫലവുമില്ലാത്ത കരിഞ്ഞതിനെക്കുറിച്ചും കർത്താവ് പറയുന്നുണ്ട്. ഉടമ്പടി എടുത്തിട്ടും കരിഞ്ഞ ആൾക്കാരെക്കുറിച്ച് പറയുന്നുണ്ട്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ഉണങ്ങിയ കമ്പ് പോലെ അത് തീയിലെറിഞ്ഞ് കത്തിച്ച് കളയുമെന്ന്. യോഹന്നാന്റെ സുവിശേഷത്തിൽ തന്നെ ഉള്ളതാണത്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ. ലൂക്കാ 3:9 വായിച്ചോളൂ. വൃക്ഷങ്ങളുടെ വേരിന് കോടാലി വയ്ക്കപ്പെട്ട് കഴിഞ്ഞു, നല്ല ഫലം നൽകാത്ത വൃക്ഷങ്ങളെല്ലാം വെട്ടി തീയിൽ എറിയപ്പെടും. ഇത് ഈശോ ഇടക്കിടക്ക് പറയുന്ന സംഭവമാണ്. ഫലം കാഴ്ചയില്ലെങ്കിൽ വെട്ടി മാറ്റപ്പെടും. അത് യോഹന്നാൻ്റെ സുവിശേഷത്തിലുമുണ്ട്. അതായത് 15:6 വായിച്ചോളൂ. യോഹന്നാൻ 15:6. യോഹന്നാൻ 15:6 എന്നിൽ വസിക്കാത്തവൻ ശാഖ പോലെ പുറത്തെറിയപ്പെടുകയും ഉണങ്ങിപ്പോവുകയും ചെയ്യുന്നു. അത്തരം കമ്പുകൾ ശേഖരിച്ച് തീയിലിട്ട് കത്തിച്ചു കളയുന്നു. അപ്പോൾ ഉടമ്പടി എടുത്തിട്ട് ഫലം പ്രകടിപ്പിക്കാതിരിക്കുന്ന ആൾക്കാരുണ്ട്. പ്രേക്ഷിത വരെ ഇല്ല, ജീവകാരുണ്യ പ്രവർത്തനം ഇല്ല. അതാ ഉണങ്ങിയ കമ്പെന്ന് പറയണത്. ഉടമ്പടി എടുത്തതിന് ശേഷവും വെറുതെ പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന ചൊല്ലി മാത്രം ഇരിക്കുന്ന ആൾക്കാരുണ്ട്. അത് ഫലം പ്രകടിപ്പിക്കാത്തതാണ്. അത് പ്രേക്ഷിത വരെയില്ല, രോഗികളെ പോയി കാണത്തില്ല, ഓൾഡ് ഏജ് ഹോം സന്ദർശിക്കത്തില്ല, ആർക്കും വേണ്ടി കൈനിറഞ്ഞ് ഒന്നും ചെയ്യത്തില്ല. ആ പ്രാർത്ഥനയൊക്കെ ചൊല്ലി വീട്ടിൽ കത്തിച്ചിരിക്കും. ഇതാണ് ഉണങ്ങിയ കമ്പെന്ന് പറയുന്നത്. ഇത് കത്തിച്ച് കളയുന്ന കർത്താവായിരിക്കണം. നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണിത്. അല്ലെങ്കിൽ നമുക്ക് ധാരാളം ഇപ്പം ഞാൻ ആ കോട്ടയത്തെ കുഞ്ഞിനെക്കുറിച്ച് എന്താ പറഞ്ഞത്? അവളെ പടിയടച്ച് പിണ്ടം വെച്ച പോലെ പുറത്താക്കി. പക്ഷെ പുറത്താക്കി. അപ്പനോട് വൈരാഗ്യമില്ല, അമ്മയോട് വൈരാഗ്യമില്ല, സഹോദരന് വൈരാഗ്യമില്ല. അവൾ പക്ഷേ ഉടമ്പടിയിൽ നിന്ന് അവൾ മാറുന്നില്ല. അതാണ് വിശ്വാസം സംരക്ഷിക്കുക എന്ന് പറയുന്നത്. ഉടമ്പടിയിൽ നിന്ന് മാറണില്ല. ഉടമ്പടി മാറാതെ ആ ജീവകാരുണ്യ പ്രവൃത്തിയും പ്രേക്ഷിത പ്രവർത്തനം എല്ലാം കഴിഞ്ഞപ്പോഴേ ഇവളെന്താ പറ്റി? ഇവളുടെ ജീവിതം തന്നെ ഒരു കരിഞ്ഞ കമ്പായിരുന്നു. കർത്താവ് അതിനെ തളർപ്പിക്കാൻ തുടങ്ങി. ഒരു ലിങ്ക് അവൾക്ക് UK നിന്ന് ലഭിച്ചു. ചിന്തിക്കാത്തൊരു കാര്യം, ചിന്തിക്കാൻ അർഹതയില്ലാത്ത, അവകാശമില്ലാത്ത, സ്വപ്നം കാണാൻ പറ്റാത്തൊരു സാധ്യത. എന്താ സംഭവിച്ചിരിക്കുന്നത്? ഒരു ലിങ്ക് കിട്ടി. ആ ലിങ്കിൽ പിടിച്ചുള്ള കീരണമുണ്ട്. അത് അവൾക്ക് ആ ജോലി UK ശരിയായി കഴിയുമ്പോൾ അപ്പം പറയും, നീ പോയി സാക്ഷ്യം പറഞ്ഞോളാൻ പറയും. കഥ കടച്ചിട്ട് അപ്പം പുറത്താക്കി. അപ്പം തന്നെ തിരിഞ്ഞ് കർത്താവ് ആ മകളുടെ സാക്ഷ്യം കാരണം ആ അപ്പനെയും അമ്മനെയും അവൾ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരികയാണ്. കൈയിട്ടിച്ച് കർത്താവ് ശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കും. അപ്പം നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു പ്രതീക്ഷയും ഇല്ലെന്ന് വിചാരിച്ചോ? നിങ്ങൾക്കൊരു ഐഡിയ പോലും ഇല്ല, ആരും നിങ്ങളെ സഹായിക്കാനില്ല. അപ്പോഴാണ് ഉടമ്പടി എടുക്കുമ്പോൾ മാതാവ് നിങ്ങളെ സഹായിക്കാൻ വരണത്. അതൊരു 1.5 സഹായമായിരിക്കും. അമ്മയുടെ സഹായം എന്ന് പറഞ്ഞാൽ അത് ഏത് തടസ്സം ഉണ്ടെങ്കിലും, ദൈവത്തിൻ്റെ സ്വഭാവം അറിയാമല്ലോ,
ദൈവം മുന്നേ പോണതിന് പകരം ഇന്ന് വിടുന്ന സഞ്ചാരി മാതാവിനെയാണ്. ദൈവം മുന്നേ പോകുന്ന കാര്യമുണ്ട്. ഞാൻ നിനക്ക് മുമ്പേ പോകും. 45 എടുത്ത് ഐസ 45:2 സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശയ്യ 45:2 ഐസ 45:2 ഞാൻ നിനക്ക് മുൻപേ പോയി. കൈയെടുത്തിട്ട് ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഏറ്റു പറഞ്ഞേ, ഞാൻ നിനക്ക് മുമ്പേ പോവുകയും ഞാൻ നിനക്ക് മുൻപേ പോവുകയും മലകൾ നിരപ്പാക്കുകയും പിച്ചളവാതിലുകൾ തകർക്കുകയും ഇരുമ്പോടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യും. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പിച്ചളവാതിൽ തകർത്ത് മലകൾ നിരപ്പാക്കി പിച്ചളവാതിൽ തകർത്ത് ഇരുമ്പ് ഓടാമ്പുകൾ ഒടിക്കും. അതെന്താണ്? നിനക്ക് മുമ്പേ പോകുന്ന ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളാണ്. അതാണ് പ്രശ്നം. അതാണ് ഗ്രീൻ ചാനലിലൂടെ ആൾക്കാർ പോകണം. മലകൾ ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞിട്ടില്ല, നമ്മുടെ മുമ്പിൽ തടസ്സങ്ങളുണ്ടാകും. കഴിഞ്ഞ ദിവസങ്ങളിലൊരു സാക്ഷ്യം നമ്മൾ കേട്ട സാക്ഷ്യം എന്ന് പറയുന്നത്, അതായത് അവൾക്ക് വീടില്ല. അവസാനം ലൈഫ് മിഷൻ്റെ ഒരു വീട് കിട്ടി. അതിന് 4 ലക്ഷമോ 6 ലക്ഷമോ കിട്ടുന്നത്. പക്ഷേ അതിന് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ പറമ്പിൻ്റെ മുന്നാധാരം വേണം. ആ മുന്നാധാരത്തിന് വേണ്ടി ചെന്നപ്പോൾ അത് 4 പേരിലാണ്. 3 പേര് മരിച്ച്, 4ാമത്തെ ആൾ മനോരോഗി. അയാളെ കണ്ടുപിടിക്കാൻ 1.5 കൊല്ലം. അതിനെ കണ്ടുപിടിച്ച് കഴിയുമ്പോൾ അയാൾ വേറൊരു നമ്പർ കൊടുക്കും. ഇങ്ങനെ കറങ്ങി തിരിഞ്ഞൊടിഞ്ഞ് മടങ്ങി അവസാനം സ്റ്റാൻഡിലെത്തുമ്പോൾ ആ മലകൾ നിവർത്തി ഇരുമ്പോടാനുമ്പോൾ പിച്ചളവാത് തകർത്ത് ഇരുമ്പോടാകുമ്പോൾ ഒടിച്ചുകൊണ്ട് ദൈവം ഇന്നും സഞ്ചാരി മാതാവിൻ്റെ വേഷത്തിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ മലകൾ തകർക്കാൻ വേണ്ടി ഉടമ്പടിയിലൂടെ കടന്നു വരുന്നു. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ആരാധന ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ ആരാധന ആരാധന ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന. പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ മക്കളെ, നിങ്ങൾ പലരും പറഞ്ഞ് ഞങ്ങൾക്കാർക്കും പ്രസൻസ് ഫീൽ ചെയ്തില്ല അച്ഛാ. സാക്ഷ്യം കേൾക്കുമ്പോൾ പറയും, ഞങ്ങൾക്ക് അച്ഛൻ എപ്പോഴും പറയും പ്രസൻസ് ഉണ്ട് ഉണ്ടാകുന്നത്, ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാകും. അപ്പം ഞങ്ങൾക്കാർക്കും സുഗന്ധലേപനം സുഗന്ധമായ അഭിഷേകമൊന്നും കിട്ടിയില്ല, ഞങ്ങളാരും സ്വപ്നം കണ്ടില്ല, ഞങ്ങളാരും ദർശനം കിട്ടിയില്ല, ഞങ്ങൾക്ക് പ്രസൻസ് ഇല്ല, ഞങ്ങൾക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിച്ചില്ല. അച്ഛൻ എപ്പോഴും പറയുമില്ല ഉടമ്പടി സാന്നിധ്യം കിട്ടുമെന്ന്. എൻ്റെ മക്കളൊരു കാര്യം പറയാം, നിങ്ങളുടെ കാര്യം നിങ്ങൾക്ക് മുമ്പേ അതിൻ്റെ തടസ്സങ്ങൾ മാറിയിട്ടുണ്ടെങ്കിൽ, ഇതുകൊണ്ട് ഇപ്പോൾ കണ്ടതുപോലെ നിങ്ങളുടെ തടസ്സങ്ങൾ, നിങ്ങൾക്ക് മുമ്പിലുള്ള തടസ്സങ്ങൾ, നിങ്ങൾക്ക് മുമ്പിലുള്ള നിയമപരമായ തടസ്സങ്ങൾ, നിങ്ങൾക്ക് മുമ്പിലുള്ള രാജ്യത്തിൻ്റെ നിയമങ്ങൾ, നിനക്ക് മുമ്പിലുള്ള വിസ നിയമങ്ങൾ, അതുപോലെ തന്നെ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളൊരു സാക്ഷ്യം ഉണ്ടായി. ആ സാക്ഷ്യം സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അനില ജെയിംസ് പൂങ്കാവിൻ്റെ സാക്ഷ്യമാണ്. അനില ജെയിംസ് പൂങ്കാവ് അവളുടെ സാക്ഷ്യം വെച്ച് കഴിഞ്ഞാൽ അവൾ 2017 ഉടമ്പടി എടുത്ത ആളാണ്. ഇപ്പോൾ എത്രയായി? 5 കൊല്ലം ഉടമ്പടി എടുത്ത ആളാണ്. എത്രയോ ആൾക്കാർ, പണ്ടത്തെ ആൾക്കാരൊക്കെ ഇപ്പോഴാണ് വന്ന് സാക്ഷ്യം പറയണത്. 2017 ഉടമ്പടി എടുത്തിട്ട് 23 സാക്ഷ്യം പറയും. ഉടമ്പടി എടുക്കുമ്പോൾ അവളുടെ അതിനകത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യും. അനിലയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഭയങ്കരമാണ്. കാര്യം അന്നിവിടെ മരിയൻ തപസ് ഉള്ള കാലമാണ്, മരിയൻ തപസ്. അപ്പോൾ മരിയൻ തപസ് അവൾക്ക് DH എക്സാം ഉണ്ട്, വേറെ എന്തോ BSc നേഴ്സാണ് ആൾ, അതിൻ്റെ എക്സാമാണ്. അപ്പോൾ എക്സാം ആയപ്പോൾ ഇവള് പറയുന്നത് എന്താ വെച്ചാൽ, വീട്ടുകാർ പറയും നീ എന്ത് മണ്ടത്തിലാണ് ഇപ്പോൾ പോയി ധ്യാനം കൂടണത്, എക്സാം കഴിഞ്ഞിട്ട് നീ ധ്യാനം കൂടാൻ പോയിക്കോ, എത്ര ദിവസം വേണമെങ്കിൽ ധ്യാനം കൂടാൻ പോയിക്കോ, ഒരു പ്രശ്നവുമില്ല, ഇതിപ്പോൾ പഠിക്കേണ്ട സമയമല്ലേ. അത് വീട്ടുകാർ ഉപയോഗിക്കുന്ന റീസണാണ് ഉപയോഗിക്കുന്നത്, ഇവൾ ഉപയോഗിക്കുന്ന ഫെയ്ത്താണ് ഉപയോഗിക്കുന്നത്. രണ്ട് ഫാക്കൽറ്റിയാണ്. അപ്പോൾ ഇവൾ പറയും, അവളോട് പറയണത് നീ പരീക്ഷ കഴിഞ്ഞിട്ട് എക്സാമിന് പോയിക്കൊള്ളാൻ പറയും. അപ്പോൾ അവൾ പറയും ഞാൻ എക്സാമിന് അല്ല, ഇവൾ പറയണത് നീ വീട്ടുകാർ പറയണത് പരീക്ഷ കഴിഞ്ഞിട്ട് തപസ് ധ്യാനത്തിന് പോയിക്കൊള്ളാൻ പറയും. അപ്പോൾ അവൾ പറയുന്നത് എന്താണ്, ഞാൻ തപസ് ധ്യാനത്തിന് പോയിട്ട് പരീക്ഷ എഴുതിക്കൊള്ളാം എന്ന് പറയും. അല്ല, ഇതാണ് സംഭവം. അപ്പോൾ ഇവിടുത്തെ പ്രോബ്ലം എന്ന് പറയുന്നത്, ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ചില സമയത്ത് നമ്മുടെ ഈ ബുദ്ധി അങ്ങോട്ട് പ്രയോഗിക്കും. വിശ്വാസം ഇല്ലാത്തവൻ ബുദ്ധി പ്രയോഗിക്കുന്നത് തന്നെയാണ് നല്ലത്. വിശ്വാസം ഉള്ളവൻ, അതാണ് വിഷയം. അപ്പനാണ് അമ്മയെന്ന് പറഞ്ഞൊരു കഥയില്ല. വിശ്വാസം ഇല്ലാത്തവൻ ബുദ്ധിയാണ് ദൈവം അവന് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ബുദ്ധി വിശ്വാസം പോലെ അധികം വർക്ക് ചെയ്യത്തില്ല. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, എന്നുവെച്ചാൽ ബുദ്ധി വേണ്ടെന്നല്ല, റീസണബിളായിട്ട് കാര്യങ്ങൾ ചെയ്യരുത്, യുക്തിസഹമായിട്ട് കാര്യങ്ങൾ ചെയ്യരുത്, നിങ്ങൾ അയുക്തികമായിട്ട് ചെയ്തിട്ട് പണി മേടിക്കണമെന്നല്ല ഞാൻ പറയണത്. നിങ്ങളുടെ വിശ്വാസ നിലവാരം ശക്തമാണെങ്കിൽ അതാണ്. അല്ലാതെ ഈ വിശ്വാസത്തിൻ്റെ ABCDക്കാരെ കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്ത് പണി മേടിക്കരുത്. പക്ഷേ നിങ്ങളുടെ വിശ്വാസ നിലവാരം ശക്തമാണെങ്കിൽ, എൻ്റെ കർത്താവ്, ഞാൻ പഠിക്കാനുള്ള പഠിച്ചിട്ടുണ്ട്, ബാക്കി ചെയ്യേണ്ട കർത്താവാണ്, അവർക്ക് ബോധ്യമുണ്ടത്. ആ ബോധ്യം പറഞ്ഞ് ഞാൻ തപസ് ധ്യാനം കൂടിയിട്ട് പ്രാർത്ഥിച്ചിട്ട് ഞാൻ പോയി പരീക്ഷ എഴുതാം. എന്താ കാര്യം, ബാക്കി എൻ്റെ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അമ്മ പരിഹരിക്കും, എനിക്ക് ചെയ്യാവുന്ന ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവൾ തപസ് കൂടിയിട്ട് പോയി പരീക്ഷ എഴുതി.
പരീക്ഷ എഴുതി, ആ പരീക്ഷ ജയിക്കുകയും ചെയ്ത് അവൾ അബുദാബി DH എക്സാം, ദുബായിലെ ഹെൽത്ത് അതോറിറ്റിയുടെ എക്സാം DH എക്സാം എഴുതി. DH എക്സാമിൽ അവൾ ജയിച്ചു അവിടെ നേഴ്സായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്നൊരു പ്രശ്നം വന്നു. എന്താ പ്രശ്നം വെച്ചാൽ അവൾ 4 മാസം കഴിഞ്ഞപ്പോൾ അവൾ പ്രഗ്നൻ്റ് ആയിട്ട് പിന്നെ ഭയങ്കര ഛർദിയും ഭയങ്കര പ്രഗ്നൻസിയുടെ കുറേ പ്രോബ്ലംസ് വന്നപ്പോൾ ആശുപത്രിക്കാർ പറഞ്ഞു നിങ്ങളിവിടെ നിർത്താൻ പറ്റുകയില്ലെന്ന് പറഞ്ഞു. അവളെ ഡിസ്മിസ് ചെയ്ത് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊന്ന് ഉണ്ടായ ജോലി പോയി, ഒരു ഗർഭിണിയെ ഡിസ്മിസ് ചെയ്തിട്ട് അവൾക്ക് നാട്ടിലോട്ട് പോരണം. അപ്പോൾ എല്ലാം തകർന്ന് നാട്ടിലോട്ട് പോരുകയാണ്. അത് ബൈ ചാൻസായിട്ട് ഇങ്ങനെ പ്രഗ്നൻ്റ് ആകത്തില്ലേ. അപ്പോൾ അങ്ങനെ വന്നൊരു ജീവിതത്തിൻ്റെ ഒരു അനുഭവമാണത്. നമ്മൾ ആരെയും ഒന്നും പറഞ്ഞിട്ടൊരു കഥയില്ല. നിങ്ങൾക്കൊക്കെ ജീവിതത്തിൽ ഇതുപോലുള്ള അനുഭവങ്ങൾ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഓർക്കുന്നത് വിശ്വാസപൂർവ്വം. അപ്പോൾ ഉടമ്പടി എടുത്തതിൻ്റെ കാശുരോ ഇപ്പോൾ ആശുപത്രിയുടെ പുറകെ ഇരുന്നുണ്ട് നാട്ടിലൊക്കെ തിരിച്ചു പോരാൻ നേരത്ത് ഈ ഉടമ്പടി കാശുപത്രിയെ പിടിച്ച് വിശ്വാസപ്രമാണം ചെയ്തിട്ട് കണ്ണീരോടെ മാതാവിനോട് ചോദിക്കും, കുഞ്ഞിനെ തന്നത് നീയാണ്, ജോലി തന്നത് നീയാണ്, ഞാനിപ്പോൾ ആശുപത്രിക്ക് പുറത്തായി, നീയല്ലേ ഇതിന് സമാധാനം പറയേണ്ടത്. അതാണ് വിശ്വാസം. അവളങ്ങനെ പോകുമ്പോൾ ഒരിക്കലും സംഭവിക്കാത്തൊരു സംഭവം ആ സമയത്ത് നടക്കും. അവിടുത്തെ MD അയാൾ എപ്പോഴും കാറെടുക്കാൻ വേണ്ടി ഫ്രണ്ടിലൂടെയാണ് കയറിപ്പോണത്. അന്ന് ജീവിതത്തിൽ ആദ്യമായിട്ട് ഈ മനുഷ്യൻ ആശുപത്രിയുടെ പുറകെ കൂടി വരുമ്പോൾ നിന്നോട് ചോദിക്കും എന്ത് പറ്റിയെന്ന് പറയുമ്പോൾ അവൾ കാര്യം പറയും, HR സൂപ്രണ്ടും എന്നെ പുറത്താക്കിയെന്ന് പറയും. അപ്പോൾ ഉടനെ MD HR വിളിക്കും, സൂപ്രണ്ടിനെ വിളിച്ച് പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെയാണോ ഒരു ഗർഭിണിയോട് പെരുമാറേണ്ടതെന്ന് ചോദിച്ചുകൊണ്ട് ഇതെല്ലാം വചനം എന്ന് പറയണത്. ഞാൻ നിങ്ങൾക്ക് മുമ്പേ പോവുകയും മലകൾ തകർക്കുകയും പിച്ചളവാത് തകർക്കുകയും ഇരുമ്പോടാമ്പൽ ഒടിക്കുകയും ചെയ്യാം. ഇരുമ്പോടാമ്പൽ ഒടിച്ചുകൊണ്ടാണ് അമ്മ സഞ്ചാരി മാതാവ് നിനക്ക് മുമ്പേ പോണത്. ദിസ് ഈസ് പ്രസൻസ്. നിങ്ങൾ ദർശനം കണ്ടില്ല, സ്വപ്നം കണ്ടില്ല, സുഗന്ധാഭിഷേകം അനുഭവിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഒരിക്കലും പറയരുത് ദൈവത്തിൻ്റെ സാന്നിധ്യം ഞാൻ അനുഭവിച്ചില്ല എന്ന്. എൻ്റെ ദൈവത്തിലെ എപ്പോഴും നിൻ്റെ ജീവിത തടസ്സം മാറി അപ്പോൾ നിന്റെ ദൈവം നിന്നോട് കൂടെ അടിക്കുക. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്താ പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഉടമ്പടിയുടെ ഇൻബിൽട്ടായിട്ടുള്ള ഒരു പ്രോമിസാണ് ദ പ്രസൻസ് ഓഫ് ഗോഡ്. ഇൻബിൽട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിനകത്ത് തന്നെ ഘടനയുടെ ഭാഗമാണ്. ഉടമ്പടിയുടെ ഘടനയുടെ ഭാഗമാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം. അപ്പോൾ നിങ്ങൾ ഉടമ്പടി എടുക്കുമ്പോൾ ഇപ്സഫാക്തോ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവവേദ്യമായും വ്യത്യസ്തമായ രീതിയിലാണെന്ന് മാത്രമേ. ഒന്ന് ചിന്തിച്ച് നോക്കിയേ, നമ്മൾ ഈശോ സ്വർഗ്ഗാരോഹണം ചെയ്ത് പോകുമ്പോൾ എന്താ പറഞ്ഞത്? 28:20 ഒന്ന് വായിച്ചേ. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. മത്തായി ശ്ലീഹ 28:20. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. 28:20 മത്തായി ശ്ലീഹ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അവർക്ക് ജ്ഞാനസ്നാനം നൽകുവിൻ. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കാൻ അവരെ പഠിപ്പിക്കുവിൻ. യുഗാന്തം വരെ എന്നും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. യുഗാന്തം വരെ ഞാൻ എന്നും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. പ്രസൻസ്. അത് പ്രസൻസ് ഉടമ്പടിയുടെ ഭാഗമാണ്. എന്താണ് ഉടമ്പടി? എന്താണ് അതിനകത്തുള്ള ഉടമ്പടി കണ്ടന്റ്? എന്താണ്? വായിച്ചോളൂ. അതിനകത്തുള്ള ഉടമ്പടി കണ്ടന്റ് എന്താ? ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കാൻ അവരെ പഠിപ്പിക്കും. ഞങ്ങളതല്ല ചെയ്യണത്. കർത്താവ് നിങ്ങളോട് കൽപ്പിച്ചതൊക്കെ അനുസരിക്കാൻ ഞങ്ങൾ നിങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളതനുസരിച്ച് പഠിച്ചിട്ട് അത് പ്രയോഗത്തിൽ കൊണ്ടുവന്നിരിക്കുന്ന സാക്ഷ്യങ്ങളാണ് നമ്മൾ കേൾക്കുന്നത്. അപ്പോൾ നമ്മൾ ഉടമ്പടിയിലാകുന്ന വ്യക്തിക്ക് എന്താണ് ഈശോ നൽകിയ ലാസ്റ്റ് പ്രോമിസ്? എന്താണ്? യുഗാന്ത്യം വരെ എന്ന് വെച്ചാൽ നീ മരിക്കണത് വരെ കർത്താവ് നിന്നോട് കൂടെ. കൈയടിച്ചട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്. അതായത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് സ്നേഹമാണ് ഇതിനെ ചൂടാക്കി, ഉടമ്പടിയെ ചൂടാക്കി, ആ സ്നേഹത്തിൽ നിറഞ്ഞ പ്രഖ്യാപനവും പ്രയോഗവുമാണ് ഉടമ്പടിയെ ചൂടാക്കി നിർത്തുന്നത്. ആ സ്നേഹത്തിൻ്റെ ചൂടിലാണ് ദൈവം നമ്മുടെ കൂടെ പ്രസൻസ് തരണത്. ഈ പ്രസൻസ് അങ്ങ് പോയി കഴിഞ്ഞാൽ നമ്മുടെ സ്നേഹം പ്രസൻസ് പോകാൻ സാധ്യത എപ്പോഴാണെന്ന് അറിയാമോ? ഈ പ്രസൻസ് കളയാതിരിക്കാൻ നോക്കണം. പ്രസൻസ് കളയുന്ന അരൂപിയൊക്കെ വന്നാൽ ഈ പ്രസൻസ് വിട്ടുപോകും. അങ്ങനെ കുഴപ്പമുണ്ട് പ്രസൻസിനെ. ദൈവത്തിൻ്റെ സാന്നിധ്യം വിട്ടുപോകും. ഇപ്പം സാംസൺ കണ്ട പെണ്ണുങ്ങളെയൊക്കെ പ്രേമിച്ച് നടന്ന പാർട്ടിയാണല്ലേ സാംസൺ ദലീല. അതിൽ അല്ലേ? അപ്പോൾ അവൻ്റെ നസീർ വ്രതം
അവർ ദൈവമായിട്ടൊരു ഉടമ്പടിയായിരുന്നു. നസീർ ബദം മുടിയൊക്കെ വെട്ടി എടുത്ത് നിഷിദ്ധമായ ആഹാരങ്ങളൊന്നും ഉപയോഗിക്കാതെ അവൻ ചെയ്തൊരു സെൽഫ് ഡിസിപ്ലിൻ ഉണ്ട്. ഈ സെൽഫ് ഡിസിപ്ലിൻ മാറ്റിയിട്ടാണ് ഇവൻ ലൈനടിക്കാൻ പോയത്. അതോടുകൂടി എന്താ പറയണത്? കർത്താവിൻ്റെ ആത്മാവ് വിട്ടുപോയി, പ്രസൻസ് പോയി. അധർമ്മം വർദ്ധിച്ചാൽ പ്രസൻസ് പോകും. Take the word of God, Samson. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. ന്യായാധിപന്മാർ 16:20. എത്രേ പറഞ്ഞോളൂ? ന്യായാധിപന്മാർ 16:20. ജഡ്ജസിന്റെ 14:20. കർത്താവ് തന്നെ വിട്ടുപോയ കാര്യം അവൻ അറിഞ്ഞില്ല. പറഞ്ഞ കർത്താവ് തന്നെ വിട്ടുപോയ കാര്യം അവൻ അറിഞ്ഞില്ല. ഈ ഉടമ്പടി എടുത്ത പല ആൾക്കാർക്ക് സംഭവിച്ചിരിക്കുന്ന ഒരു നിശബ്ദ ദുരന്തമാണ്. കർത്താവ് അവരെ വിട്ടുപോയത് അവർ അറിഞ്ഞിട്ടില്ല. കർത്താവ് അവരെ വിട്ടുപോയത് എന്തുകൊണ്ടാണ് അറിയാത്തത്? അധർമ്മം വർദ്ധിച്ചാൽ സ്നേഹം തണുത്തു പോകും. അപ്പോൾ കർത്താവ് അവരെ വിട്ടുപോകും. അധർമ്മം വർദ്ധിച്ചാൽ എപ്പോഴും നമ്മൾ ഉടമ്പടി എടുത്ത് ശ്രദ്ധിക്കണം. അധർമ്മം ധർമ്മമല്ലാതെ, ഇപ്പം ധർമ്മമാണ് ഉടമ്പടിയിലെ ധർമ്മം. എന്താ? നമ്മുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, രോഗികളെ കാണുന്നതും വസ്ത്രം കൊടുക്കുന്നതും നന പിടിപ്പിക്കുന്നതും അതെല്ലാം ധർമ്മമാണ്. അത് ചെയ്യാതിരിക്കുമ്പോൾ അധർമ്മമായിട്ട് വരും. അതുപോലെ തന്നെയാണ് പ്രേക്ഷിത പ്രവർത്തനങ്ങൾ. ഉടമ്പടി അവൻ പറയണ പോലെ ചെയ്യാൻ നമ്മൾ കർത്താവ് പറഞ്ഞ വചനം നമ്മൾ ചെയ്യുകയാണ്. കാരണം ലോകം മുഴുവനും പോകുന്നു, എല്ലാ സൃഷ്ടികളും സുവിശേഷം പ്രസംഗിക്കാൻ അവൻ പറഞ്ഞതാണ്. അത് നമ്മൾ ചെയ്യുന്നില്ല. അപ്പോൾ അത് അധർമ്മമാവും. ധർമ്മം ചെയ്യുന്നില്ലെങ്കിൽ അധർമ്മമാവും. അധർമ്മം വർദ്ധിച്ചാൽ എന്നാ പറ്റണത്? അധർമ്മം വർദ്ധിച്ചാൽ മർക്കോസിന്റെ മത്തായി 14:24-12 എടുത്തേ. മത്തായി 24:12. അധർമ്മം വർദ്ധിക്കുന്നതിനാൽ പലരുടെയും സ്നേഹം തണുത്തു പോകും. ഈ ദൈവസ്നേഹത്തിന് ഒരു കുഴപ്പമുണ്ട്. എന്ത് കോപ്പറേറ്റ് തരം കാണിച്ച് നിങ്ങൾ ദൈവസ്നേഹത്തിൽ നിൽക്കാൻ പറ്റത്തില്ല. അതാ വിഷയം. അതുകൊണ്ട് അധർമ്മം, ധർമ്മത്തിനെതിരെ, വിശുദ്ധിക്കെതിരെ എന്തെങ്കിലും സംഭവിച്ചാൽ പ്രസൻസ് ലോസ് ചെയ്യും. യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടതിന് ഒരു കാരണം മാത്രമേ ഉള്ളൂ. എന്താണ്? നിത്യത നഷ്ടപ്പെട്ട മനുഷ്യനെ നിത്യതയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയാണ് യേശു പാപത്തിന് പരിഹാരം ചെയ്തത്. അതിൻ്റെ മുദ്രവെപ്പായിട്ടാണ് നിനക്ക് പരിശുദ്ധാത്മ നൽകുന്നത്. വിശ്വാസം മാത്രം സ്വീകരിച്ചത് കൊണ്ട് സഭയിലെ പൂർണ്ണത കിട്ടാത്തതിൻ്റെ കാരണം പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ വേണ്ടിയാണ്.